var. Azum var. അതെ, പെണ്ണായാലേ ഇങ്ങനെ വേണം. എന്താ അവളെ ചുറുചുറുക്ക് നോക്ക്. കമേലിനൊക്കെ ചുമ്മാ കത്തിച്ച് ബീഡി വലിച്ചിട്ടാളുടെ. എന്നാൽ പെണ്ണായ ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം. പക്ഷെ പെണ്ണിങ്ങനെ ആണോ അല്ലേ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ 2 ദിവസമൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ ഒരുപാട് വീഡിയോസിന്റെ താഴത്ത്, പ്രത്യേകിച്ച് നമ്മളെ താടീജിയുടെ താടീൻ്റെ വർത്താനം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോയുടെ താഴത്ത് പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. സംഗീപടയാണ്, വേറെ നമ്മൾ ചിന്തിച്ചാൽ വരില്ലേ. സംഗീപട വന്നിട്ട് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഇത് എന്താ പറയുക, എൻ്റെ ചാനൽ NIA ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സംഗീക്ക് വിചാരമുണ്ട് ഈ സംഗീൻ്റെ എന്താ പറയുക, തറവാട്ടിലെ എന്താ പൈക്കളൊക്കെ കിട്ടുന്ന പോലെയാണ് NIA അമ്മമാരൊക്കെ വീട്ടിൽ കിട്ടിയെന്ന് വിചാരം. കുറേ പേര് മെസ്സേജ് ഇട്ടാ, NIA ക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്റെ പ്രൊഫൈൽ അടുത്ത് തന്നെ പൂട്ടിച്ചേരും NIA, അതല്ലെങ്കിൽ NIA അല്ല ED നിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നൊക്കെ പറഞ്ഞത്. എൻ്റെയൊക്കെ വിചാരം, എൻ്റെയൊക്കെ തറവാട്ടിലെ പേരിട്ട് വിളിക്കുന്ന, ഞാൻ പറയുന്നില്ല അതിനുള്ള മറുപടി. ഏതാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാണ്, വീഡിയോക്ക് ലൈക്ക് അടിച്ചോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ അതും ചെയ്തോ. ഒരു പണിയില്ല, നിങ്ങൾക്ക് ഒരു പൈസൻ്റെ ബുദ്ധിമുട്ടുമില്ല, ധൈര്യമായി ചെയ്തോ. പക്ഷെ എനിക്ക് അതിനോട് കാര്യം കിട്ടും. ഉള്ളതുള്ള പോലെ പറയണല്ലോ. നമ്മൾ അരിയണ്ണൻ പണ്ട് അരി വാങ്ങണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ ആ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അടിച്ചോ, ഒന്ന് സബും ചെയ്തോ. അപ്പം ഈ പെണ്ണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് അല്ലേ. ഏതാണെങ്കിലും ഈ പെണ്ണ് വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ്. പക്ഷേ ഈ പെണ്ണ് ചെയ്തത് ഇതിപ്പം ഇറാനല്ല എന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ഇറാനല്ല, ഇത് 2 കൊല്ലം മുമ്പ് അങ്ങ് കാനഡയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഇവളെ പണ്ടേ ഇറാൻ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയുക ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ മുസ്ലിം ഭരണത്തിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഇറാനിൽ നിന്ന് പണ്ടേ ഇറങ്ങിപ്പോയി കാനഡയിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവൾ. 2 കൊല്ലം മുമ്പ് കാനഡയിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഇതാണ് ആ കാണിക്കുന്നത്. പിന്നിലെ സ്ഥലങ്ങളും മറ്റേ എന്താ പറയുക മഞ്ഞ് കൂടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറാനിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതല്ല. ഇറാനിൽ ഇപ്പം ഇങ്ങനെയല്ല ഉള്ളത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും. അപ്പം ഇത് കാനഡ എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്, കുറേ ചാനൽ വന്നിട്ടുണ്ട്, കുറേ ഗ്രോപ്പിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് ഈ റിപ്പോർട്ട് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കേട്ടോ, ആ റിപ്പോർട്ടാണ്. അപ്പം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം അതൊന്നും വിഷയകാര്യമൊക്കെ വേണ്ട, എന്നാലും ഇറാൻ കത്തുന്നുണ്ടല്ലോ. ഇതിപ്പോൾ 2 കൊല്ലം മുമ്പത്തെ ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇറാൻ എന്തായാലും കത്തുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ ആരിഫണ്ണം വരെ ഇത് എടുത്തിട്ടുണ്ട്. പുള്ളി എന്തിട്ടാലും, പ്രത്യേകിച്ച് മുസ്ലിമിന് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ കിട്ടിയ നമ്മുടെ അണ്ണൻ ചാടി ഒരു വീകല. അണ്ണൻ ഇങ്ങനെ ഈ സംഗീൻ്റെ തീട്ടം തന്നു ജീവിക്കുന്നതല്ലേ. ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇമാതിരി സാധനങ്ങൾ കിട്ടുമ്പോൾ അണ്ണൻ ഒറ്റ വീകല. അണ്ണൻ വീണിട്ടുണ്ട്. അണ്ണൻ ഏതായാലും മലനടിച്ച് ഡിങ്കോളോഫീർ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തോട്ട് വന്നപ്പോൾ. ഏതായാലും അണ്ണനൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഊളനെ കാര്യം പറയണം അല്ലേ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിട്ടിട്ട് കുറേ സംഖ്യകളെ സൂചിപ്പിക്കാൻ അണ്ണനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അപ്പം ഇതൊരു സൈഡിൽ നടക്കുന്നുണ്ട്, എന്നാലും ഇറാൻ കത്തുന്നുണ്ട്. ഇറാൻ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫാക്ട് ചെക്ക് നോക്കുന്ന സമയത്തെ കുറേയൊക്കെ ഉണ്ട്. ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മണിപ്പൂർ ആഭ്യന്തര പ്രശ്നമില്ലായിരുന്നു. മണിപ്പൂർ എന്തൊക്കെ പ്രശ്നമുണ്ട്, എത്ര ആൾക്കാരെ കൊന്ന് കത്തിച്ച് തള്ളി. നമ്മുടെ മോദി എണ്ണം മിണ്ടിയോ? അന്ന് നമ്മുടെ ട്രംപ് എണ്ണം വന്നോ? അതെ, മോദി മണിപ്പൂരിലെ ഞങ്ങൾ ആൾക്കാരൊക്കെ കൊല്ലുന്നുണ്ട് കേട്ടോ, ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്, ഞങ്ങൾ അവിടെ വന്ന് ബോംബിടുന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. പക്ഷേ അധികം വൈകാണ്ട് ഈ കാര്യം നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഈ ക്രിസ്മസിലും മറ്റോടത്തുമൊക്കെ ക്രിസ്ത്യാനികളെ തെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ട്രംപ് എണ്ണം ഇതേപോലെ വന്നിട്ട് മോദി ഞങ്ങളൊന്ന് ബോംബിട്ടോ അമ്മാതിരി ഉളതരം കാണിക്കരുത് എന്ന് പറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ട്രംപിന് ഭ്രാന്തിടിച്ച് നടക്കുകയാണ്. ട്രംപ് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇമാതിരി കുത്തിത്തിരിപ്പിന് മാത്രം ഇറങ്ങിയിട്ട മനുഷ്യനാണ്. അതിപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അവിടെ എണ്ണയും പോയി പിടിക്കും. അതല്ല, നമ്മുടെ സ്വന്തം മച്ചായിട്ടുള്ള ഇസ്രായേലിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഏത് വള്ളി പിടിക്കുന്ന രീതിയിലാണ് ട്രംപ് പോകുന്നത്. അപ്പം ഇതേപോലെ നമ്മുടെ നാട്ടിലും അധികം വൈകാണ്ടൊക്കെ വരും. ഒക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അങ്ങനെ ഇതിങ്ങനെ ഇറാനിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ജാഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് കമേനിനെ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പറ്റി ഇങ്ങനെ ഒരു ജാഥ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുകൂടെ വേറൊരു ജാഥ വരുന്നത്, ഇറാനിലെ പ്രക്ഷോഭം കേട്ടോ. ആ പ്രക്ഷോഭം അത് We will stand with all our heart and soul firmly behind our leader. God is the greatest. God is the greatest. We are ready. We are ready in every single way. Our lives, our blood, our homes, our very being, all that we possess is for our beloved leader. God is the greatest. We also participated in the protests, but now it has turned to chaos. When it turns to chaos, we are forced to step in and defend our own country. Truly, Allah is the greatest. May it be so. Amen. Our trusted and faithful leader. God willing, may they be annihilated. May they be uprooted from the earth. In a major show of support,
tens of thousands of Iranians rally behind the supreme leader and his government. While anti-regime protests continue in multiple cities, thousands hit streets in support of the Islamic Republic and its supreme leader. Waving flags and portraits of Ayatollah Ali Khamenei, these rallies offer a glimpse into the deep fault lines within Iranian society, underscoring the Islamic regime's grip and the loyalty it continues to command. അല്ലടോ, നിങ്ങളല്ലേ പറഞ്ഞത് കമേനിനെ ചുട്ടുകൊല്ലും, കമേനിനെ അതാക്കും, കമേനിനെ ഇതാക്കും, ഇറാൻ ഞങ്ങൾ ഷാക്ക് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ പുറത്തുകൂടെ പോകുന്നവരൊക്കെ പറഞ്ഞതാ കമേനി വേണം, ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് വലുത്, അമേരിക്കൻ ചെറ്റകളും അല്ലെങ്കിൽ ഇസ്രായേലി പട്ടികളുമല്ല ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, ആ ചെറ്റകളും പട്ടികളും എന്താ തീർന്നു പോട്ടെ, ഞങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഞങ്ങൾ നോക്കും, പക്ഷേ ഞങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കില്ല, അവർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇങ്ങോട്ട് പോയതിനേക്കാൾ വലിയ ജാഥ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഈ കാണിച്ചു തരുന്ന ഈ മൊസാദ് നേരത്തെ പറഞ്ഞ ആ ഏജന്റുമാർ കാണിച്ചു തരുന്നതും അല്ലെങ്കിൽ മൊസാദ് കാണിച്ചു തരുന്നതിൽ ഈ മുസ്ലിം വിരോധം മൂത്ത് നമ്മുടെ നാട്ടിലെ കുറേ സംഗീത തീട്ടങ്ങളുടെ ചാനലിൽ കാണിക്കുന്നൊന്നുമല്ല നടക്കുന്നത്. ലോകത്തെ പല ചാനലുകളും, ഈവൻ അമേരിക്കൻ ചാനലുകളിലും ഈവൻ എന്താ പറയുക യൂറോപ്യൻ ചാനലുകളിലും മൊസാദിന് പൈസ കൊടുത്തിട്ടും അല്ലെങ്കിൽ മൊസാദ് പൈസ കൊടുത്തിട്ടും ഇവന്മാർ കാണിക്കുന്ന കുറേ വീഡിയോ റീൽസും കാര്യങ്ങളും വേറെ പല രാജ്യങ്ങളിലും പല സമയത്ത് നടന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊന്ന് നടക്കുന്നുണ്ട്. ഇവന്മാർ തന്നെ അവിടെ പോയി അവിടുത്തെ ആൾക്കാരെ കുറച്ച് കുത്തിത്തിരിച്ച് അവിടുത്തെ പ്രക്ഷോഭകരല്ല, അവർ യഥാർത്ഥത്തിൽ തീവ്രവാദികളാണ്. അതായത് ഈ പറഞ്ഞ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി പണിയെടുക്കുന്ന തീവ്രവാദികൾ അവിടെ പോയിട്ട് കുറച്ച് ആൾക്കാരുടെ മൈൻഡ് വാഷ് ചെയ്തിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കെതിരെ അതിനേക്കാൾ വലിയ പ്രക്ഷോഭം അവരെ എതിർത്ത് അവിടുത്തെ കമേനിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഭരണത്തിന് സപ്പോർട്ട് ചെയ്തൊരു വലിയ പ്രക്ഷോഭം പുറത്തുകൂടിയും പോകുന്നുണ്ട്. ഇതാരും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും വരില്ല. കാരണം ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ ഗോദി മീഡിയ ആണല്ലോ. ഗോദി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ എന്താണ്, മുസ്ലിങ്ങളെ നാല് തെറി പറയണം, വിശ്വഗുരുവിനെ ഗുരു ആക്കണം, ചക്കക്കുരു ആണെങ്കിലും ഗുരു ആക്കണം. അതൊന്നും എവിടെ നടക്കുന്നില്ല. മൂഞ്ചി തെറ്റി വീട്ടിലിരിപ്പുണ്ട്. 500% താരിഫും എല്ലാം അടിച്ചു വാങ്ങി എല്ലാം ഇങ്ങോട്ട് തന്നോളൂ അണ്ണൻ സന്തോഷത്തോടെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് അണ്ണൻ അവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറേ ചാനൽ വന്നിട്ട് ഇമാതിരി ഈ മൊസാദിൻ്റെയും പറഞ്ഞ പോലെ തന്നെ CIA-ൻ്റെയും ഒക്കെ എന്താ പറയുക മൂടും താങ്ങി നടക്കുന്ന നമ്മുടെ ചാനലുകൾക്കൊക്കെ ഇങ്ങനത്തെ ന്യൂസൊന്നും നിങ്ങളെ മുമ്പിലോട് കാണിച്ചു തരാൻ പോകുന്നില്ല. അവിടെ ഇത് നടക്കുന്നുണ്ട്. അല്ലാത്ത അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതായത് ഈ ഇത്തരം എന്താ പറയുക അവിടുത്തെ പണപ്പെരുപ്പം 52-53% കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് വന്നത്. കാരണം അത്ര ഉപരോധങ്ങളാണ്. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉപരോധം വെച്ചിട്ടുള്ള രാജ്യമാണ്. സാമ്പത്തിക ഉപരോധവും വാണിജ്യ ഉപരോധവും അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്നിട്ടും അതിൽ നിന്ന് പിടിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ കയറി വരുന്നത്. അതാണ് ഒരു സമയത്ത് നടക്കുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറ്റു ചില എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിട്ട് അമേരിക്ക ഉപ്പഞ്ഞൊട്ട് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സമയം എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പം ഏറ്റവും ഒരു പുതിയ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നൈറ്റിലാണ് ഞാനത് കണ്ടത് കേട്ടോ. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആണവ ആയുധത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ആണവ ആയുധങ്ങൾ, ആ ഒരു പേടിയാണല്ലോ അമേരിക്കയ്ക്കും ഈ പറഞ്ഞ ഇസ്രായേലിനും ഒക്കെ ആ പേടിയുള്ളത്. അപ്പോൾ അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വെറും 24 മണിക്കൂർ കൊണ്ട് ചൈനയുടെ സപ്പോർട്ടോടുകൂടി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉള്ള പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിൽ സാധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇറാൻ്റെ കയ്യിലുള്ള യുറേനിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സമ്പുഷ്ടീകരണവും കാര്യങ്ങളും കഴിഞ്ഞ് ഏകദേശം 24 hours ഇപ്പോൾ അവർ ഒരു എക്സ്ട്രാ സപ്പോർട്ട്, ഇപ്പം ചൈന പോലത്തെ അല്ലെങ്കിൽ റഷ്യ പോലത്തെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് സാധ്യമാക്കാൻ പറ്റും. അതിന് 11ഓളം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ട്. ഇത് മുമ്പ് വന്നിരുന്നിട്ട് ഈ റിപ്പോർട്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അത് അവർ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇത് വന്നിട്ടില്ല. അത് ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സൈനിക തയ്യാറെടുപ്പുകളും അതിൻ്റെ കൂടെ നമ്മൾ പറയാം. അപ്പം ഇതാണ് അവിടുത്തെ ആണവ എന്താ പറയുക ആയുധത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല ഈ മിസൈൽ ഫാക്ടറികൾ, ഇറാനിലെ മിസൈൽ ഫാക്ടറികൾ, നമുക്ക് ഏറ്റവും കൂടുതൽ മിസൈൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇറാൻ. പലതരത്തിലുള്ള ബാലിസ്റ്റിക്സ് മിസൈൽസും ബാക്കി എല്ലാ തരത്തിലുള്ള മിസൈൽസ് ഉണ്ടാക്കുന്ന രാജ്യമാണ്. ആ മിസൈലുകളാണ് മറ്റേ ഇസ്രായേലിലും ഖത്തറിലൊക്കെ അവർ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ 24 hours അവിടെ മിസൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒറ്റയടിക്ക്. അതായത് അറ്റ് എ ടൈമിൽ 2000ഓളം മിസൈലുകളാണ് ഇവർ ഒരു സെറ്റ് ബഞ്ചിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മുമ്പ് ഈ ഇറാൻ്റെ ഒരു മിസൈൽ സിറ്റി, ആ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ വലിയൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ. അതൊന്നും കഴിഞ്ഞ യുദ്ധത്തിലൊന്നും ഈ പറഞ്ഞ അമേരിക്കക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനോ തകർക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയപ്പെട്ടത്. അപ്പം അവിടെ 10,000 മിസൈലുകളാണ് ഇവരുടെ ശേഖരത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ചീപ്പസ്റ്റ്, അതാണ് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മിസൈൽസാണ് വേറെ ഒരു രാജ്യത്തിൻ്റെയും സപ്പോർട്ടും ഇല്ലാണ്ട് ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 2000 മിസൈൽസാണ് അറ്റ് എ ടൈമിൽ ഉണ്ടാക്കി ഈ പറഞ്ഞ മിസൈൽ സിറ്റിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ലോഞ്ച് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ചൈനയുടെ വക അത്യാധുനിക വിമാനങ്ങൾ, 4th generation വിമാനങ്ങൾ ഓൾറെഡി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലും ഇറാനിലോട്ട് അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് അമേരിക്കയും പറഞ്ഞ ഇസ്രായേലും
ഈ നേരിട്ട് യുദ്ധത്തിന് പോവാണ്ട് മറ്റേ ശിഖണ്ഡികളായിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് പേടിയുണ്ട്. അവന്മാർക്ക് നല്ല വ്യക്തമായിട്ട് തരാം, ഇറാൻ ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവർ തിരിച്ചടിക്കും. ഇറാനിൽ പോയി ബോംബിടുക അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ നിയറസ്റ്റ് ബേസുകളിൽ വരെ പണി കിട്ടും. അമേരിക്കയിൽ നേരിട്ട് എത്താൻ സമയം എടുക്കുമെങ്കിലും അമേരിക്കയുടെ നിയറസ്റ്റ് ഗൾഫ് കൺട്രീസിലുള്ള എല്ലാ ബേസിലേക്കും ഇറാൻ എന്താ പറയുക മിസൈലുകൾ വിടും. അപ്പോൾ ആ ഒരു മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളും എല്ലാവരും കൂടെ ഇതിൽ വന്നിട്ട് ആകെ അൽക്കുലത്ത് ഒരു ലോക മഹായുദ്ധത്തിലോട്ട് ഇതെത്തും നല്ല വ്യക്തമായിട്ട് തരാം. അത് അമേരിക്കക്കും കിട്ടും പണി, ലോകത്തിലെ എല്ലാവർക്കും, ഈവൻ എനിക്കും നിനക്കും നിങ്ങൾക്കും കാണുന്ന സകല ആൾക്കാർക്കും അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടുത്തെ ഭരണം, ആ ഭരണത്തിനെ തച്ചിറക്കിയിട്ട് അവിടെ ഷാനെ കയറ്റിയിട്ട്, ഷാമോനെ കയറ്റിയിട്ട്, അല്ലെ പ്രിൻസസ് എന്തെങ്കിലും പേര് മറന്നുപോയി, പുതിയ നമ്മുടെ ഷായുടെ മകനുണ്ടായിരുന്നല്ലോ, പുള്ളിനെ കയറ്റിയിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും തോന്നിയ പോലെ അവിടെ ഒരു കോളനിയാക്കി, പണ്ടത്തെ പോലെ, പണ്ട് എങ്ങനെയായിരുന്നു ഇറാൻ, അവിടുത്തെ എണ്ണ ഇവരെങ്ങനെ ഊറ്റിയെടുത്തു അതുപോലെ ഊറ്റിയെടുത്ത് അതിനൊരു കോളനിയാക്കി, ഇവന്മാർക്ക് എന്ത് ചെറ്റത്തിലും കാണിക്കാനുള്ള കോളനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ശിഖണ്ഡി കളി, അതായത് ഇവരെ കൂട്ടത്തിലുള്ള കുറേ ശിഖണ്ഡികൾ അങ്ങോട്ട് വിട്ട് അവിടുത്തെ കുറച്ച് തിരിഞ്ഞു നിൽക്കുന്ന എല്ലാത്തിൻ്റെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരുമാതിരി അവിടുത്തെ ഇറാൻ ഭരണം വീണേ, ഇറാൻ ഭരണം തീർന്നേ, ഇറാൻ അതാണ്, ഇറാൻ ഇതാണ് എന്നും പറഞ്ഞിട്ട് ഇതാക്കാനുള്ള ഒരു ലക്ഷ്യമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടാണ് ഇടക്കിടക്ക് വരുന്ന ഈ ഞെട്ടിക്കൽ. ഞങ്ങളിപ്പോൾ തീർക്കട്ടോ, പിന്നെ നാളെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നാളെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വീഡിയോസ് ഇങ്ങനെ അടിച്ചുവിടും, മറ്റന്നാൾ വീണ്ടും വരും, ഇത് ഞങ്ങളിപ്പോൾ തീർക്കട്ടോ. അങ്ങനെ ഇത് തീർക്കും എന്നും പറയാനല്ലാതെ നിങ്ങൾ പോയി ബോംബിട്ടോ, തിരിച്ചവരും ബോംബിടും, അത് പിന്നെ യുദ്ധമാവും. അപ്പം പിന്നെ പലരും അതിൻ്റെ കൂടെ കൂടും. ഇപ്പോൾ ഒരു ആത്യന്തിക യുദ്ധത്തിലോട്ട് വരികയാണെങ്കിൽ ഇത്രയും കാലം സപ്പോർട്ട് തന്നു എന്ന് പറഞ്ഞ റഷ്യയും ചിലപ്പം ചൈനയൊക്കെ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ഇവന്മാർ ഈ റഷ്യയും ചൈനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വലിയ വലിയ പ്രസ്താവനകൾ പറയും എന്നല്ലാണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. കാരണം റഷ്യ ഓൾറെഡി ഒരു യുദ്ധത്തിൽ അൽക്കുലത്തായിട്ട് കിടക്കുക അവിടെ. ചൈന പിന്നെ ബുദ്ധിമുട്ടാണ്. ചൈന പറഞ്ഞത് ഞങ്ങളായിട്ട് ആദ്യത്തെ ബോംബ് ഞങ്ങൾ വിടൂല, അല്ലെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് ഞങ്ങൾ വിടൂല, ഞങ്ങൾക്ക് ഒരു ബോംബ് ഞങ്ങളുടെ നാട്ടിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോംബ് ഞങ്ങളുടെ നാട്ടിൽ വിടൂല, ആ ഒറ്റ സ്ഥലം പിന്നെ ചാമ്പലാക്കും. അതിനുള്ള എല്ലാ എന്താ പറയുക സജ്ജീകരണവും ചൈനയുടെ കയ്യിലുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ചൈനയുടെ വക്താവ് വന്നിട്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പം ഇവർ പറഞ്ഞ എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ പറയുന്നതും, അല്ലെങ്കിൽ ഈ മൊസാദ് ഏജൻസീസ് പറയുന്നതും, CIA ആൾക്കാർ പറയുന്നതും, അല്ലെങ്കിൽ അമേരിക്കയുടെ ആസനം താങ്ങി, അങ്ങനെ പറഞ്ഞാൽ മതി, ആസനം താങ്ങി നടക്കുന്നവന്മാർ പറയുന്ന വീഡിയോസും എല്ലാം ഇറാനിലെ യഥാർത്ഥ സംഭവം. ഇറാനിലെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. ഈ പറഞ്ഞ വീഡിയോസും ഇതൊക്കെ പഴയതും പുതിയതുമായിട്ടുള്ള പല വീഡിയോസും ക്ലിപ്പുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.